بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السجود وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. وما هم بسكارى ولكن عذاب الله شديد ومن الناس من ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, ബഹുമാനമുള്ള യുവ സഹോദരങ്ങളെ, ദീനിൻ്റെ സഹായികളായ ബഹുമാനപ്പെട്ട ഉമറാക്കളെ, സ്നേഹനിധികളായ ബഹുമാനമുള്ള വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അള്ളാഹുയെ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നല്ലവരായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ലോകത്തെവിടെയും മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഐക്യവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ലോകത്തെവിടെയും മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഐക്യവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. മുസ്ലിമീങ്ങൾക്കിടയിലുള്ള എല്ലാ ഐക്യശ്രമങ്ങളെയും അള്ളാഹു തആല ആത്മാർത്ഥമാക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു എല്ലാ ബിദ്അത്തിനെയും പരാജയപ്പെടുത്തുകയും സുന്നത്തിനെയും ഹക്കിനെയും അള്ളാഹു നിലനിർത്തുകയും ചെയ്യട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബിയെ പറ്റി പറയുന്ന ഒരു സദസ്സാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബിയെ പറ്റി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബാ നബിയെ പറ്റി പറയുമ്പോൾ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സദസ്സ് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന എല്ലാ ആളുകൾക്കും മധുരം കൊടുക്കണം. സദസ്സിൽ ആർക്കും ആ കാര്യം ഏറ്റെടുക്കാവുന്നതാണ്. ആ ഗേറ്റിൽ നിന്നിട്ട് പോകുന്നവർക്കൊക്കെ ഒരു 2 അല്ലി കാരക്കെങ്കിലും കൊടുക്കുക. ആർക്കും ഏറ്റെടുക്കാം. എറണാകുളത്ത് കളമശ്ശേരി വന്നിട്ട് ഞാൻ ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ മോശമാണ്. മുസ്തഫ നബിക്ക് മധുരം വളരെ ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളോളം ജീവിച്ചിരുന്നത് കാരക്കയും പാലുമാണ്. എന്തെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ഏറ്റെടുക്കാം. പിന്നെ പേടിയടച്ചു പോയി നിങ്ങൾ നേരത്തെ തന്നെ എന്തേ പറഞ്ഞില്ല എന്നൊന്നും പറയണ്ട. ആർക്കും അത് ഏറ്റെടുക്കാവുന്നതാണ്. ഞാൻ നബിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. മുഹമ്മദ് നബി വഹീദുൽ ഖൽഖ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹീദുൽ ഖൽഖ് എന്നാൽ സൃഷ്ടികളിൽ നിസ്തുല്യനായ ആൾ എന്നാണ് അർത്ഥം. സൃഷ്ടികളിൽ ഈ മനുഷ്യനൊരു തുല്യത ഇല്ല. സ്രഷ്ടാവായ അള്ളാഹു സൃഷ്ടികളിൽ തുല്യതയില്ലാത്ത സൃഷ്ടിച്ച സൃഷ്ടിയാണ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിലയിലും ഹബീബിന് ഒരു തുല്യത കാണുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം എവിടെയെടുത്ത് നാം പരിശോധിക്കുമ്പോഴും ഒന്നും വേണ്ട, നമ്മളിങ്ങനെ ഖുർആനിലൂടെ ഇങ്ങനെ ഒന്ന് സഞ്ചരിച്ച് നോക്ക്.
വളരെ നിഷ്പക്ഷമായും മാന്യമായുമുള്ള ഒരു വിലയിരുത്തലാണ് ഞാൻ ഈ പറയുന്നത്. നോക്കൂ, നിങ്ങൾ ലോകത്ത് കടന്നുപോയ 7 പ്രവാചകന്മാരും ഒരുപാട് പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. പ്രവാചകന്മാർ അവരല്ലേ ഭൂമിയിൽ മനുഷ്യരിൽ സമുന്നതന്മാർ. പക്ഷെ ഇങ്ങനെ ഒരു പ്രവാചകൻ ലോകത്തില്ല, ഇങ്ങനൊരു മനുഷ്യൻ ഇല്ല, ഇങ്ങനൊരു മലക്കില്ല, ഇങ്ങനെ ഒരാളെ അള്ളാഹു നൽകിയിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും വില്ലേജിൻ്റെ പ്രവാചകന്മാരാണ്. എല്ലാ പ്രവാചകന്മാരും വില്ലേജ്, 2 വില്ലേജ്, ഒരു പട്ടണം, ഒരു ഗ്രാമം, ഒരു അർദ്ധരാജ്യം. അർദ്ധരാജ്യമൊക്കെ കിട്ടിയവർ വളരെ അപൂർവം. മൊത്തം ഒരു രാജ്യത്തിൻ്റെ പ്രവാചകൻ ഇല്ല. പിന്നെയല്ലേ ഒരു വൻകരയുടെ നബി ഇല്ല. ഏഷ്യക്കാകെ ഒരു നബി ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഭൂമിയിലേക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല, അചിന്തനീയമാണ്. ഭൂമിക്ക് മൊത്തം ഒരു നബി ഇല്ല. മുഹമ്മദ് നബിയോ രാജ്യത്തിൻ്റെ നബിയുമല്ല, ഭൂഖണ്ഡത്തിൻ്റെ നബിയുമല്ല, ഭൂമിയുടെ മൊത്തം നബിയുമല്ല. പിന്നെ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, സർവഗോളങ്ങളുടെയും സർവലോകങ്ങളുടെയും പ്രവാചകനായി അള്ളാഹു അയച്ചതാണ് മുഹമ്മദുൻ. ചിന്തിക്കുക. വഇലാ ആദിൻ അഖാഹും ഹൂദ വഇലാ സമൂദ അഖാഹും സ്വാലിഹ വഇലാ മദ്യന അഖാഹും ശുഐബ. ആയത്തിൻ്റെ തന്നെ ഒരു ശൈലി. وإلى عاد أخاهم هودا وإلى ثمود أخاهم صالحا وإلى مدين أخاهم شعيبا. ആദ് എന്ന ഗോത്രത്തിലേക്ക് ഹൂദിനെ അയച്ചു അലൈഹിസ്സലാം. യമന്റെ പരിസരത്തുള്ള ഇറം എന്ന പട്ടണവാസികളിലേക്ക് മാത്രമായിരുന്നു 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹൂദ് വന്നിട്ടുള്ളത്. മൊത്തം ഒരു രാജ്യത്തേക്കല്ല, ഒരു വൻകരയിലേക്ക് തീരെയല്ല. ആദ് എന്ന ഗോത്രത്തിലേക്ക് സയ്യിദുനാ ഹൂദ്. എന്നാ ഹൂദ് ചില്ലറക്കാരനാണോ? അല്ല, ഹൂദ് വലിയ നബിയായിരുന്നു അലൈഹിസ്സലാം. ഖുർആനിൽ പറഞ്ഞ 114 അധ്യായങ്ങളിൽ ഒരു നാമം ഹൂദിൻ്റെ പേരിലാണ് അലൈഹിസ്സലാം. ഹൂദ് വലിയ മഹാനാ, വലിയ ആളാ. പക്ഷേ ഒരു പട്ടണത്തിൻ്റെ നബിയാ. ഇറം പട്ടണത്തിൽ ജീവിച്ച ആദ് എന്ന ഗോത്രത്തിലേക്ക് ചരിത്രത്തിൽ, അതും ഇറം പട്ടണത്തിലേക്ക് എക്കാലത്തേക്കുമല്ല, ചരിത്രത്തിൽ ഒരിക്കൽ ഇറം പട്ടണത്തിൽ ജീവിച്ച ആളുകളിലേക്കാണ് സയ്യിദുനാ ഹൂദ്. ചിന്തിക്കുക. وإلى ثمود أخاهم صالحا. സമൂദ് എന്ന ഗോത്രത്തിലേക്ക് സയ്യിദുനാ സ്വാലിഹ് അത്രേ വന്നിട്ടുള്ളൂ. ചിന്തിക്കണം. സമൂദോ വലിയ മഹാനാ, വലിയ നബിയാ, വലിയ നബിയാ. കൈ ചൂണ്ടി പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിച്ചവനാ സയ്യിദുനാ സ്വാലിഹ്. കൈ അങ്ങോട്ട് ചൂണ്ടിയിട്ട് ഒട്ടകത്തിന് പുറപ്പെടുവിച്ചു. മജീഷ്യൻ്റെ ഒട്ടകമല്ല, മജീഷ്യൻ